ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നു. ഷോർട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യലുണ്ട്. ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം 2-3 വീഡിയോ ഒക്കെ ചെയ്തപ്പം നാട്ടിൽ വന്നില്ലേ, റെസിപ്പീസൊക്കെ ചെയ്യണം, വീടിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസിൽ കാണലുണ്ട്. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു കുറേ ആയില്ല ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് പിന്നെ അതുപോലത്തെ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ടിക്ക ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങലാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനുള്ള ചിക്കൻ ഒന്ന് മാരിനേഷന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ 1 കിലോനേക്കാളും കുറച്ചധികം ഉണ്ട് കേട്ടോ. ഒരു 1-100 ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എത്ര നേരത്തെ ചെയ്ത് വെക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച് കഴിഞ്ഞ പാടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി നേരത്തെ ആക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ബിരിയാണിക്കുള്ള റൈസെല്ലാം ഒന്ന് അളന്നെടുക്കലാണ്. ഇതിപ്പം വൈറ്റ് സെല്ല റൈസ് എടുത്തിട്ടുള്ളത് 4 കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് പുതിർത്തി വെക്കുക. ഇതിപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ആദ്യം തന്നെ ഇതൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ടിക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഇതിലേക്കൊരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെയ്തെടുക്കുക. ഈ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ളൊരു ഉള്ളി എടുത്തിട്ടുള്ളത് അതൊന്ന് നൈസായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിന് ഈ ഒരു ഹോബിനെ കുറിച്ചിട്ട്. ഇതിപ്പോൾ ബോഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതിപ്പോൾ 5 ബേണേഴ്സാണ് ഇതിൽ വരുന്നത്. ഫ്ലെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ നിക്ഷ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉള്ളി ഒന്ന് റെഡിയാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കാരണം ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ദമ്മാക്കി എടുക്കുന്നത്. അപ്പം പിന്നെ ചെറിയ പാത്രമില്ലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ വെക്കുന്നതാണെങ്കിൽ അത് ഈസിയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായ ശേഷം പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് മിക്സാക്കുക. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ച് ഈ ഒരു ചിക്കൻ്റെ കാര്യം മറന്നുകൊണ്ടാട്ടോ. അതൊന്ന് സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതെല്ലാം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ, ക്യുമിൻ സീഡാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റെഡിയാക്കിയ മസാലയിലേക്ക് ഈ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇതാ ജസ്റ്റ് രക്ഷപ്പെട്ട് വന്നിട്ട് കരിഞ്ഞു പോകാനായിട്ടുണ്ടായിന്. ഇന്ന് മൾട്ടി ടാസ്കിങ് പോലെയാണ്. കാരണം ഒന്നാമത് ഇന്ന് ഫ്രൈഡേ ആണ്. പിന്നെ കുറേ നാൾ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഓരോന്ന് എടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ലോ ആയി. പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡ് ആവില്ലേ എന്നുള്ള ബേജാറിൽ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കനൽ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരിയില്ല, അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഊറ്റിയെടുത്തിട്ടാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് അരിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതാ ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ ഇതാ ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു ടെൻഡർ കോക്കനട്ട് സാഗോ പായസം മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു പാക്കറ്റ് പൊളിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1.5 ലിറ്റർ പാലാണ് ആവശ്യമുള്ളത്. അപ്പം ഇതിൻ്റെ കൂടി തന്നെ ഈ ഒരു പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ തീരുമ്പോഴത്തേക്ക് ഈ ഒരു പായസമൊക്കെ നന്നായിട്ട് കുറുക്കി നല്ലൊരു കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റൈസിൽ ദമ്മിടുന്നതിൻ്റെ ഇടയിലൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഇതാ ഒരു കപ്പിലേക്ക് ഒരു 1/4 കപ്പ് പാലും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് റോസ് വാട്ടർ. അതിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പാത്രമൊക്കെ മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഈ സ്മോക്ക് ചെയ്യുമ്പം ഇതിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ദമ്മിട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഈ ഒരു മസാലേൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് ഗരം മസാലയും പിന്നെ ഈ ഒരു പാലും റോസ് വാട്ടറും ആക്കിയിട്ടുള്ള ഈ ഒരു മിക്സിൽ അതും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 2 പാർട്ടായിട്ടാണ് ഈ ഒരു റൈസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ഉള്ളിയും മല്ലിയിലും നമുക്കിഷ്ടമുള്ള ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റോസ് വാട്ടർ മിക്സും അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉള്ളിയും മല്ലിയിലും ഈ ഒരു റോസ് വാട്ടർ മിക്സും അതൊക്കെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ദമ്മാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ അടുപ്പിലേക്ക് വെച്ച് ഈ ഒരു പായസം ഒന്ന് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതായതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഈ ഒരു മിക്സും അതുപോലെ തന്നെ പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു പായസം റെഡിയാവും. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്യലാണ്. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതും ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കലാണ്. അപ്പോൾ ഇത് ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിക്കാനൊന്നും അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കിയ ശേഷം കമൻറ്റായിട്ട് എന്തായാലും അറിയിക്കുക. പിന്നെ എല്ലാവരും സെല്ലാ റൈസ് അടിപൊളിയാന്ന് പറയുന്നത് കേട്ടോണ്ട് ഞാൻ സെല്ലാ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വൈറ്റ് സെല്ലാ റൈസ് എടുത്തത്. പക്ഷേ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളി ബസ്മതി റൈസിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക.
അപ്പം ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.